എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, ഇത് വേറൊരു വൈബിലാണ്. ഇന്നലെ കിഴി എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല, അതിന്റെ ഒരു വൈബ്. ഓക്കെ, മത്സരിക്കാം. എന്താണ് പോയിരിക്കണേ? ഒന്നുമില്ല, ചില സമയത്ത് ഇങ്ങനെ ഇപ്പൊ എന്താലേ എന്താന്ന് അറിഞ്ഞൂടാ. വിഷമോ? വിഷമമുണ്ട്. ഓക്കെ, സങ്കടം. കിഴി എപ്പിസോഡ് ഇങ്ങനെ തുടർച്ചയായി തോൽക്കുന്നതന്നെയാണ്. പിന്നെ അതില് ഞാൻ തട്ടി സങ്കടപ്പെടും. പിന്നെ എന്താ നിന്റെ പ്രശ്നം? കഴിഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടും. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലടാ, ചെയ്തോ. എന്താണ് അജണ്ട? എന്തുവാണെന്ന് വെച്ചോ. OTT എല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. OTT റിലീസ്, അത് OTTയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ ആരാണോ അവർ വിജയിക്കട്ടെ. ഓക്കെ, ഓർണമെങ്കിലും ഉണ്ടായത് ഹെഡ് ടൈലാണ് എടുത്തോളാൻ പറയാൻ നിൽക്കുമായിരുന്നു. അടിപൊളി. ഫസ്റ്റ് വൺ OTT തന്നെ ആയിക്കോട്ടെ. OTT ആവണം. അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചൻ നായകനാവുന്ന അടുത്ത സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നുണ്ട് ഫെബ്രുവരി 20 ഇതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെയും വെച്ചിട്ടുള്ള ഒരു വീഡിയോ കാണാം. പ്രകാശ് ഈ മ്യൂസിക് എവിടെ കേട്ടിട്ടുണ്ട്? ഒരു ഫേമസ് സോങ് ഉണ്ടല്ലോ, ഒരു ആഫ്രിക്കൻ സോങ് ആണെന്ന് തോന്നുന്നു. ഡബ് സ്റ്റെപ്പ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു RC16. ഓക്കെ, സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. സ്റ്റിൽസ് അല്ല, സ്റ്റിൽ. എന്തായാലും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗതയിൽ ഇത് തീർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. ഓക്കെ, ഇഡ്ലി കടൈ ഓവർസീസ് റൈറ്റ്സ് ആട്ടോ. നമ്മുടെ ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ധനുഷും അരുൺ വിജയും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നിത്യാമേനോനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. ധനുഷ് ഇപ്പോൾ ഫുള്ള് സംവിധാനത്തിലങ്ങ് ലയിച്ചിറങ്ങി തോന്നുന്നു. അല്ല, മറ്റേ ഇത് വരുന്നുണ്ട്. എന്തായിരുന്നു മറ്റേ ഇളയരാജ ബയോപിക് അല്ലേ? ബയോപിക് കുറേ സിനിമ ഉണ്ട് ആൾക്ക്. അടുത്തത് STR 49 സിനിമയിലേക്ക് കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ ചാടി കയറി മുട്ടുവിൻ തുറക്കപ്പെടും. യെസ്, ഡീറ്റെയിൽസ് ഇത് കുറച്ച് നേരം കാണിക്കുള്ളൂ, അപ്പോൾ ഒന്ന് പൗസ് ചെയ്താൽ മതി. പിന്നല്ല. ഓക്കെ, അടുത്ത കിഴി കാതലിക്ക നേരമില്ലേ. OTT റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഉണ്ട്. കാതലിക്ക നേരമില്ലേ OTTയിൽ വരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി 11. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആദ്യത്തെ ആ ഒരു പോയ അവസ്ഥ. അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആൾറെഡി പറഞ്ഞതാ, എന്നെ അറിയുന്നവരോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ. എന്താണ്? 2025 എന്റെ തമ്മിൽ ആലടേണ്ടതായിരുന്നു. കാണാം. ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. അത് വെറുതെ പറയുന്നത് നല്ലതൊന്നും. സിക്കന്ദർ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. റിഹേഴ്സലിന്റെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഈ മാസം തന്നെ സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ആകും കേട്ടോ. അതെ, ഓക്കെ. ഈ മാസം രണ്ടാമത്തെ വീക്കിൽ ഒരു ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു, സോങ്. ഓക്കെ, രാജാ സാബ് പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. മാധുരിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് 2025 ദസറക്ക് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നു. ഒക്ടോബർ 12 അല്ലേ ദസറ? സാധാരണ തമിഴ് സിനിമകളൊക്കെ കണ്ടമാനം വരുന്ന സമയമാണ്. അടുത്തത് ഇനി പ്രഭാസിന്റെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ, അതായത് ഒരുപാട് വർഷങ്ങളും കാത്തിരിക്കണ്ട. ഓരോ വർഷത്തിലും ഉണ്ടാവും, 2 or 1 എന്തായാലും ഉണ്ടാവും ഓരോ വർഷത്തിലും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയുടെ ഭഗത് മാനുവലിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. എബ്രഹാം എബി എന്താണെങ്കിലും സിനിമ ഫെബ്രുവരി 21 റിലീസ് എത്തുന്നത്. വിനയ് ഗോവിന്ദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അടുത്ത പരിപാടി
ഉണ്ണി മുകുന്ദൻ 20-ാം തീയതി ഓഫീസർ, 21 ഗെറ്റ് സെറ്റ് ബേബി. ഈ മാസം സെറ്റായില്ലേ? 14, 15, 16 3 ദിവസത്തേക്കുള്ള സിനിമയുണ്ട്. 14 ദാവീദ്, പൈങ്കിളി, പിന്നെ റൊമാൻസ്. അതാ പറഞ്ഞ 3 ദിവസത്തേക്കുള്ളതുണ്ട്. അതെ അതെ, ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് പോട്ടെ, കത്തിക്കാം. ആദ്യ ദിവസം നമുക്ക് അത് ഓക്കെ, ഞാൻ ദാവീദ് എന്തായാലും ഫിക്സഡ് ആണ്. വേറെ ഏത് വന്നാലും ഞാൻ പൈങ്കിളിക്ക് കയറണോ റൊമാൻസിന് കയറണോ എന്നാണ്. ഒക്കെ നിന്റെ ഇഷ്ടം. റൊമാൻസിന് കയറല്ലേ? ഓ ഓക്കെ. അടുത്ത കിഴി ടിക്കി ടാക്ക. നമ്മുടെ ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. രോഹിത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ടിക്കി ടാക്ക സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചതാണല്ലോ. ഇത് വീണ്ടും തുടങ്ങാൻ പോവാണ്. എന്നാണ് തുടങ്ങുന്നത്? മാർച്ച് 3rd വീക്ക്. ഓ, മാർച്ച് 3rd വീക്ക് കേട്ടോ. ഓക്കെ. അടുത്തത് ഇങ്ങോട്ട് പോരട്ടെ. ഒരു ആവേശം കാണുന്നില്ലല്ലോ കൂട്ടാം. മാർക്കോ സിനിമയുടെ 50 ദിവസം പിന്നിട്ടിരിക്കുന്നു. സിനിമയുടെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഗോൾഡൻ 50 days. മാർക്കോ ഒന്ന് ഇറക്കണ്ടേ? പലരോടുള്ള ചോദ്യം, എങ്ങനെയൊക്കെ ഒന്ന് ഇറക്കണ്ടേ? അടുത്ത കിഴി. ഓക്കെ. അളിയാ, ഓ വിഷമുണ്ടോ? എന്തിന്? വെറുതെ. ഓ മോനെ, മലയാളം സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളത്തിലേക്ക് അടുത്ത സിനിമാറ്റിക് യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നു. അതായത് ദുൽഖറിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, വേഫർ ഫിലിംസ്. അതായത് നസ്ലൻ, ടൊവിനോ, ദുൽഖർ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഇനി വരാൻ പോകുന്ന പരിപാടി. അതല്ലാതെ ലാലേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നു. അതിൽ പൃഥ്വിരാജ്, ലാലേട്ടൻ, ടൊവിനോ ഇവരൊക്കെ കൂടുന്ന ഒരു യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ആഗ്രഹിക്കാം, എന്നാലേ നടക്കുള്ളൂ. എപ്പോൾ വരണതൊക്കെ എന്ന് ചെയ്യണം. ശരിക്കും ലേറ്റായി, പക്ഷെ ഇപ്പോഴാണ് കറക്റ്റ് ടൈം കിട്ടോ. നല്ല ടൈം ചെയ്താൽ മതി. അതെ. അടുത്തത് ഇന്ദ്രജിത്ത് ലാലേട്ടൻ മൂവി. സിനിമ ഒരു ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഒരു റിയൽ ബേസ് സ്റ്റോറിയാണ്, കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. 2026 ഷൂട്ട് തുടങ്ങും. 2027 സിനിമ റിലീസിനെത്തും. ഓക്കെ. ഇനി ഇന്ദ്രജിത്തിന്റെ വകയാകട്ടെ. അതെ, അനിയൻ പണ്ണിപ്പണ്ണി എന്തായാലും നല്ലൊരു സാധനം കൊണ്ടുവന്ന് തന്നു. ഇനി ഏട്ടൻ പണ്ണട്ടെ, പിന്നെ നല്ലൊരു സാധനം തരട്ടെ. ഓക്കെ. അടുത്ത കിഴി മെയിൻ ഹൂന. ഷാറുഖ് ഖാൻ നായകനാവുന്ന മെയിൻ ഹൂന സിനിമ അല്ലേ, അതിൻ്റെ 2ാം ഭാഗം സീക്വൽ നമ്മുടെ ഫറാഖ് ഖാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നടക്കട്ടെ. റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ്സ് തന്നെ ആയിരിക്കും ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഓക്കെ. അതൊക്കെ ഇനി എങ്ങനെ അവതരിപ്പിക്കാനല്ലേ? ഒരൈഡിയ ഇല്ല. അവിടെ അതൊക്കെ മതിയല്ലേ. ആ നല്ല പടങ്ങളെ കൊണ്ടുപോയിട്ട് പിന്നെയും കൊണ്ടുപോയിട്ട് തുമ്പില്ലാണ്ടാക്കുകയാണ് അവരുടെ സ്ഥിരം പരിപാടി. അതങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തത് കോളേജിൽ വീണ്ടും ഇതേപോലെ മാഷായിട്ട് കയറുമോ? എന്നിട്ട് പ്രേമവും. ഹൃദയപൂർവ്വം സിനിമയിൽ ലാലേട്ടൻ ഫെബ്രുവരി 15-നോ 16-നോ ജോയിൻ ചെയ്യും. ഓക്കെ. ഫെബ്രുവരി 10-നാണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോണത്. സത്യനന്ദിക്കാട് ബേസിൽ ലാലേട്ടൻ മൂവി. അടിപൊളി. അടുത്ത കിഴി ബസൂഖ. റഫൂഖ ബസൂഖയുടെ അപ്ഡേറ്റ് പറയുന്നു. നമ്മുടെ ബസൂഖ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഇന്നുണ്ട് കേട്ടോ. അതായത് ഒരു അനൗൺസ്മെൻ്റ് ആണ്. ഒന്നെങ്കിൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ ട്രailer എന്ന് വരുന്നു എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ്. ട്രെയിലർ വരുന്നു എന്നുള്ളത് വരുമായിരുന്നെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് റിലീസ് ഡേറ്റും പോന്നോട്ടെ, കുഴപ്പമില്ല. എന്തായാലും റിലീസ് ഡേറ്റ് മാറ്റിയല്ലോ, ഫെബ്രുവരി 14 നമ്മളിതിൻ്റെ അന്ന് അതിൻ്റെ അത് വന്നപ്പോഴേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിത് മാറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലത്. അടുത്തത് പിന്നെ കേട്ട് ഇപ്പോൾ ഒരു തഴമ്പായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്നേഹത്തോടുള്ള തെരുവില കേട്ടോ, വെറുപ്പുകൊണ്ടല്ല. അതാണ് നമ്മുടെ സന്തോഷം. അത് മാറാതിരിക്കട്ടെ. വെറുപ്പുകൊണ്ട് കിട്ടും. അതായത് ഒന്ന് നെഗറ്റീവ് പറയേണ്ട അവസ്ഥ വരുമ്പോൾ അന്ന് നന്നായിട്ട് കിട്ടും, വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. അടുത്തത് ഇഷ്ടം നമ്മളോടുണ്ട്. തുടരും സിനിമയുടെ സോങ്ങിനെ കുറിച്ച് നമ്മുടെ MG ശ്രീകുമാർ പറഞ്ഞത്. ഒരു പ്രൊമോ സോങ് ഉണ്ട്. അതും ഒരു നമ്മുടെ പോലത്തെ ഒരു സോങ് ആയിരിക്കും. പൊളി. പിന്നെ ആ ഒരു പ്രൊമോ, അതിനെ പ്രൊമോ ചെയ്യുമ്പോൾ എന്തോ
പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്നു. പ്രൊമോ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത അതെ ഇവർ രണ്ടുപേരും അതിൽ അഭിനയിക്കുന്നുണ്ട്. അതായത് സിനിമയുടെ ഭാഗമല്ല, ആ പ്രൊമോ സോങ്ങിന് ലാലേട്ടനും ശോഭനയും വന്ന് അഭിനയിക്കുന്നുണ്ട്. പിന്നെ വേറെന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് കേൾക്കാം. ശരിയാണല്ലോ. അടിപൊളിയായിട്ടൊരു പാട്ടുണ്ട്. അതായത് തുടരും എന്നുള്ള ചിത്രത്തിലാണ്. അതിൽ കൺമണി പൂവേ കണ്ണാടി പൂവേ എന്നൊരു പാട്ട്, പിന്നെ വേൽമുരുകൻ അതും ആ ടൈപ്പിലൊരു പാട്ടുണ്ട്. അതൊരു പ്രൊമോ സോങ് ആണ്. പക്ഷെ അത് അടുത്ത ആഴ്ച മോഹൻലാലും ശോഭനയും അഭിനയിക്കുന്നുണ്ട്. പ്രൊമോ സോങ് ആണെങ്കിൽ ചെയ്യാൻ പോകുന്നുള്ളൂ അവര് അത് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഒരു കോംബോ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. 100%. അയ്യോ അതാ മൊബൈലിലുണ്ട്, എനിക്ക് കേൾപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് ഇതുപോലെ റിലീസൊക്കെ വരും. ഞങ്ങളിപ്പോൾ വിളിച്ച് ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും കാണും. മോഹൻലാൽ ശോഭന എല്ലാവരും കാണും. അതൊക്കെ പ്രൊമോഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം. കഴിഞ്ഞ വീഡിയോ കേട്ടോ ഒരു കോൾ ചെയ്യാം, എന്നിട്ട് ആ പാട്ടൊന്ന് കേൾപ്പിച്ചാൽ മതി. ഫോണിലുണ്ടല്ലോ. അല്ല വേണ്ട, അതിനകത്ത് തന്നെ വെച്ചാൽ മതി, നമുക്ക് കേട്ടാൽ മതി. എന്താണെങ്കിലും അതൊരു വേൽമുരുക പോലത്തെ ഒരു സോങ് വന്നിട്ട് എത്ര കാലമായി. അതെ, വേൽമുരുകനെ മറിച്ചിടാൻ കഴിയില്ല, പക്ഷെ ഒപ്പം നിന്നാ മതി. പിന്നെന്താ അതിന്റെ ഒപ്പം നിന്നാ മതി. അങ്ങനെ ഒരു സാധനം വന്നാൽ അത്. പക്ഷേ പ്രമോ സോങ് മാത്രം ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ സിനിമയിലും കൂടി അങ്ങനത്തെ ഒരു സോങ് ഉണ്ടെങ്കിലേ ഉണ്ടാവില്ല. പരിപാടി വേറെയാണല്ലോ. അതെ, അത് ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞതാ. അല്ലെ, പ്രൊമോ ആകുമ്പോ നമുക്ക് ഏത് രീതിയിൽ ആഗ്രഹിക്കാം. അതെ, വൈബ് പരിപാടി ഏത് ലെവലിലേക്കും പിടിക്കാല്ലോ. കാരണം ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധമല്ലല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും വരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അയ്യവ അതെന്തായിരിക്കും അതൊന്ന് കാണണല്ലോ. കാണാം, അവര് ചെയ്ത് കിട്ടാ കാണാം. അതന്നെ ഇത്ര ആക്രാന്തം കാണിക്കല്ലേ, തരുവേ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. പരാജയർക്കൊപ്പം ആരെന്ത് പരാജയം, നമുക്ക് എന്ത് പരാജയം. അല്ല പിന്നെ ഇതൊക്കെ ഒരു ജയമായിട്ട് കൂട്ടണം, അത്രേ ഉള്ളൂ.